പൊടി സാധനം കേട്ടോ. കഴിക്കാനാണ് നല്ല സുഖം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്സാണ്. നമുക്ക് വീട്ടിൽ ചായ തിളയ്ക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്കൊരു സ്നാക്സും കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സംഭവമാണ് ഓണിയൻ റിങ്സ്. നല്ല ക്രിസ്പി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുൻപേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഓണിയൻ റിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളി മുറിച്ചെടുക്കണം. നല്ല റൗണ്ട് ഷേപ്പിൽ ഉള്ളി മുറിച്ചെടുക്കാം. ഒരു 4 ഇഞ്ച് അളവിൽ നമുക്ക് വെച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേ അളവിൽ വരുന്ന പോലെ മുറിച്ചെടുക്കാം. ഇത് നമുക്ക് റിങ്സ് പോലെ ആക്കിയെടുക്കേണ്ടതാണ്. ഇതുപോലെ റിങ്സായിട്ട് നമുക്ക് ഊരിയെടുക്കാം. ഇതാണ് നമ്മുടെ ഓണിയൻ റിങ്സ്. ഇത് ചെറുതും വലുതുമൊക്കെ മോഡലാകുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഭംഗി ഉണ്ടാവുള്ളൂ. പൊട്ടിപ്പോയാൽ അതിൻ്റെ ഭംഗി പോകും. നമുക്കിതുവരെ കിട്ടുള്ളൂ, ഇനി ഇതിൽ കിട്ടില്ല. അപ്പോൾ ഇതും അതുപോലെ ആക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ ഓണിയൻ റിങ്സ്. ഇതിൽ നമ്മൾ കട്ട് ചെയ്തതിൽ ഒരെണ്ണം കട്ടായിപ്പോയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം. കുറച്ച് കൂടുതൽ ഉള്ളി ഉണ്ട് നമ്മുടെ അടുത്ത്. ഇത് കട്ട് ചെയ്യണമെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ റിങ് കറക്റ്റായി വരണമെന്ന് മാത്രമേ. നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് മൈദ മാവ്. അത് നമ്മുടെ എത്രയാണോ ഉള്ളി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ടാൽ മതി. കുറച്ച് കോൺഫ്ലവർ ഒരു 1.5 സ്പൂൺ മതി. ഒരു നുള്ളു മുളക് പൊടി ഇത്ര മതി. ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നിർബന്ധമില്ല, ഇട്ട് കൊടുത്താൽ ഒരല്പം ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പ് പാകത്തിന്. ഇനി നമുക്കിത് ഡ്രൈ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് തിക്കാക്കി എടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ എല്ലാ സാധനങ്ങളും ഒന്ന് അരിഞ്ഞ് ചേരണം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ തിക്കിൽ ആക്കിയെടുത്താൽ മതി. ഇത് നമുക്കൊരു സാധനം കൂടി വേണം. ഇത് ബ്രെഡ് ഗ്രാംസ് ആണ്. ഇത് നമുക്ക് സാധനം ബ്രെഡ് ഗ്രാംസ് കിട്ടിയില്ലെങ്കിൽ കുറച്ച് റസ്കോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡോ വാങ്ങി പൊടിച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. റസ്ക്കാണെങ്കിൽ വറുത്തെടുക്കണ്ട, ബ്രെഡാണെങ്കിൽ ഒന്ന് വറുത്തെടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇത് നമുക്ക് ഒരു റിങ്സ് എടുക്കുക. ഈ മാവിലൊന്ന് മുക്കുക. മാവ് ഇത്രയും ഫ്രീ ആയിരിക്കണം. നമുക്ക് മാവ് ഈ കോട്ടിങ് ഇതിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. നല്ല വടിച്ചിട്ടിട്ട് ഇതിനകത്ത് ബ്രെഡ് ഗ്രാംസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. ഈ റിങ്സ് എടുത്ത് നമുക്ക് തട്ടിൽ വയ്ക്കാം. അതേപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മാവ് നമുക്ക് അധികം ആവശ്യമില്ല എന്നാണ് അർത്ഥം. മൂടി നല്ലോണം മൂടിയെടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ സമയം ഉണ്ടല്ലോ. നമ്മൾ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരണമല്ലോ. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഓയിൽ. നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. നമുക്ക് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇത്ര എണ്ണയൊന്നും ഒഴിക്കണമെന്നില്ല, കുറച്ച് എണ്ണ മതി. ഇത് ചൂടാകുമ്പോൾ പൊങ്ങി വരുന്നത് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇത് എടുക്കാം. ഇത്രയുള്ള സംഭവം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിന് വരുന്നതായിട്ട് പ്ലേറ്റിൽ മാറ്റാം. നല്ല ക്രിസ്പി ആയിരിക്കും സംഭവം. നല്ല ഭംഗിയുണ്ടാകും കാണാൻ. ഒരുപാട് ഇതാകരുത്, അപ്പോൾ ഈ ഉള്ളി ഒരുപാട് വെന്ത് പോകും.
ഉള്ളി ഒരുപാട് വെന്ത് പോയാൽ നല്ല സോഫ്റ്റ് ആവും. പൊളി സാധനം കേട്ടോ. ഇത് കഴിക്കാനാണ് നല്ല സുഖം. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇത് എനിക്ക് നോമ്പാണ്, നോമ്പ് തുറന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാനൊന്നുമില്ല, സംഗതി ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുണ്ട് സംഭവം. സൂപ്പർ സാധനം. അടിപൊളി സംഭവമാണ്, അടിപൊളിയാണ് സംഗതി. ഞങ്ങൾ ഉണ്ടാക്കണം, വീട്ടിലേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇത് ചെറിയൊരു റെസിപ്പിയാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. എന്താ പറയുക, ചായ ആകുമ്പോഴേക്കും കടിയും ആവും. ആ ഒരു ഇത് സംഭവമാണ്. പക്ഷെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു. സൂപ്പറായിരിക്കും, അടിപൊളിയാണ്. ആ ഉള്ളിയുടെയും ആ ബ്രെഡ് ക്രാംസിൻ്റെ ഒക്കെ കൂടി ടേസ്റ്റ്. പിന്നെ ടൊമാറ്റോ സോസ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല രസമാണ് സംഭവം. നല്ല സുഖമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി നല്ല രസമായിട്ട് കഴിക്കാം. ചായയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കടിയാവും. അതിനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും അല്ലേ? അതാണ് എൻ്റെ സംഭവം. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ തുടർന്നും കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.